ഈശോ വചനം മാംസമായി നമ്മുടെ ഇടയിൽ കടന്നു വന്ന് അവൻ്റെ മഹത്വം നമുക്ക് കാണാനായിട്ട് ഈ ജനന തിരുനാളിലൂടെ സാധിച്ചു. അത് എപ്രകാരമുള്ള ഒരു മഹത്വമാണ് എന്നുള്ളതാണ് ഇന്നത്തെ സുവിശേഷം നമുക്ക് മുമ്പിൽ അവതരിപ്പിക്കുക. കൃപയും സത്യവും നിറഞ്ഞതും പിതാവിൻ്റെ ഏകജാതൻ്റെതുമായ മഹത്വം. വചനമായ ഈശോ മാംസം ധരിച്ച് നമ്മുടെ ഇടയിൽ കടന്നു വന്ന് നമ്മുടെ കൂടെ ആയിരുന്നു കൊണ്ട് നമ്മിൽ ഒരുവനായി ഈ ലോകത്തിൽ ജീവിച്ചു. അവസാനം നമ്മളെപ്പോലെ തന്നെ മനുഷ്യനായ ഈശോ പീഡകൾ സഹിച്ച് കുരിശിലേറ്റപ്പെട്ട് മരിച്ച് 3-ാം ദിവസം ഉദ്ധാനം ചെയ്തു. ഈ ഈശോയുടെ ജനനത്തിൽ തുടങ്ങി ഉദ്ധാനം വരെയുള്ള ജീവിത അവസ്ഥകളിലൂടെ കടന്നു പോയി കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് ഈശോയുടെ ഓരോ ജീവിത അനുഭവങ്ങളെയും എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് വ്യത്യസ്തതകളുള്ള ഒരു വ്യക്തിയായിട്ടാണ് നമുക്ക് ഈശോയെ കാണാനായിട്ട് സാധിക്കുക. ഈശോയുടെ ജനനം തന്നെ എടുത്തു കഴിഞ്ഞാൽ ഒരുപാട് വ്യത്യസ്തതകളുള്ള ഒരു കാര്യമായിരുന്നു. കാരണം ലോക രക്ഷകനായി ഈ ലോകത്തിലെ പൂജാതനായ ഈശോ, ഇതുപോലൊരു ജനനം ലോകം ഇതിനു മുമ്പ് കണ്ടിട്ടില്ല, ഇപ്പോഴും കണ്ടിട്ടില്ല. കാരണം അത്രമാത്രം സന്തോഷത്തോടെയാണ് ജനങ്ങള് ഈ ഈശോയെ സ്വീകരിച്ചത്. ഇന്നും ഈശോയെ ഏറ്റെടുക്കുന്നത് ജനം മുഴുവൻ അത്രമാത്രം സന്തോഷത്തോടെ ഓർക്കുന്ന മറ്റൊരു ജനനവും ഈ ലോകത്തിൽ സംഭവിച്ചിട്ടില്ല. വെറും ഒരു കാലിത്തൊഴുത്തിൽ പിറന്നവനാണ് ഈശോ. എന്നിട്ട് പോലും ലോകത്തിലെ ഇതുപോലൊരു ജനനം മറ്റാരും ഇതുവരെയും കണ്ടിട്ടില്ലെങ്കിൽ അവന് എന്തൊക്കെയോ നമ്മുടെയൊക്കെ ജീവിതങ്ങളിൽ മുമ്പിൽ ഒത്തിരി പ്രത്യേകതകളുണ്ട്, വ്യത്യസ്തതകളുണ്ട്. അവന്റെ കരുണയും കനിവും അനുഭവിച്ചവരിലെ കൂടുതൽ പേരും വ്യത്യസ്ത ജീവിതാവസ്ഥകളിലൂടെ കടന്നുപോയിട്ടുള്ളവരാണ്. അവന്റെ ജീവിതത്തിലെ കരുണയും കനിവും അറിഞ്ഞ നിരവധി ആളുകളുണ്ട്. അവരൊക്കെ ജീവിതത്തിന്റെ വ്യത്യസ്ത മേഖലകളിലൂടെ കടന്നുപോയിട്ടുള്ളവരാണ്. അങ്ങനെ വ്യത്യസ്ത ജീവിത അവസ്ഥകളിലൂടെ കടന്നുപോയ ഓരോരുത്തരാണ് ഇന്ന് ഇവിടെ ഈ അൾത്താരയ്ക്ക് മുമ്പിൽ ഇരിക്കുന്നതെന്ന് എനിക്കും അറിയാം. കാരണം അവനെ നമ്മളെല്ലാവരും അറിഞ്ഞിട്ടുള്ളതാണ്. പല രീതിയിലാണ് നമ്മളൊക്കെ അവനെ അറിഞ്ഞിട്ടുള്ളത്, മനസ്സിലാക്കിയിട്ടുള്ളത്. നമ്മുടെ ജീവിതത്തിലെ നമ്മുടെ വേദനകളുടെ സമയങ്ങളിലെ കഷ്ടപ്പാടിന്റെ സമയങ്ങളിലെ നമ്മുടെ കൂടെ ആയിരുന്നവൻ, നമ്മളെ ആവശ്യങ്ങൾ അവനോട് പറഞ്ഞു കഴിഞ്ഞാൽ യാതൊരു മടിയും കൂടാതെ നമ്മുടെയൊക്കെ ജീവിതങ്ങളിൽ അത് നടത്തി തരുന്നവൻ. ചിലപ്പോൾ അതിന് ചിലപ്പോൾ കാലതാമസം വന്നെന്നിരിക്കും. എന്തൊക്കെയായാലും നമ്മളൊരു കാര്യം അവനോട് ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ യാതൊരു മടിയും കൂടാതെ നമ്മുടെയൊക്കെ ജീവിതങ്ങൾക്ക് മുമ്പിൽ അത് ചെയ്തു തരാനായിട്ട് കടന്നു വരുന്നവൻ. അഗതികളെയും ആലംബഹീനരെയും മനസ്സൊളിഞ്ഞ പാപിയെയും ഇടറി വീണവരെയും വഴിതെറ്റിപ്പോയവരെയും എന്ന് വേണ്ട ആരെയും, മുടന്തുള്ള ആട്ടിൻകുട്ടിയെപ്പോലും അവന്റെ കരുണയുടെ ഭാഗമാക്കാനായിട്ട് പരിശ്രമിച്ചവൻ. അതുകൊണ്ട് തന്നെ ഇന്ന് ഇവിടെ അൾത്താരയ്ക്ക് മുമ്പിലിരിക്കുന്ന നമ്മൾ ഓരോരുത്തരും അവന്റെ വിളിക്ക് ചെവിയോർക്കാൻ വിളിക്കപ്പെട്ടവരാണ്, ചെവി ഓർക്കുന്നവരാണ്, ചെവി കൊടുത്തവരാണ്. സ്നേഹമുള്ളവരെ, കുറവുകളുള്ളവരെ കൂട്ടുകാരാക്കിയവനാണ് നമ്മുടെ ഈശോ. കുറവുള്ളവരെ കൂട്ടുകാരാക്കിയവൻ. നമ്മുടെയൊക്കെ ജീവിതങ്ങള് അവന്റെ മുമ്പിൽ കൂട്ടുകാരായിട്ട് മാറണമെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ കുറവുകൾ ഉണ്ടാവണം. ഇന്ന് ഇവിടെ ഈ ഗാഗുൽത്താനാഥന്റെ പക്കല് നമ്മളൊക്കെ ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലെ എന്തെങ്കിലുമൊക്കെ കുറവുകളോ പോരായ്മകളോ സന്തോഷങ്ങളോ ദുഃഖങ്ങളോ വേദനകളോ പോരായ്മകളൊക്കെ ഉള്ളപ്പോഴാണ് നമ്മൾ പലപ്പോഴും അവരുടെ അടുക്കിലേക്ക് ഓടി വരിക. അവിടെ സന്തോഷം ഉണ്ടാവാം, ആ സന്തോഷം അറിയിക്കാനായിട്ട് വന്നവരാവാം. നമ്മുടെ ജീവിതത്തിൽ ദുഃഖമുണ്ടാകാം, ആ ദുഃഖം ഏറ്റുപറയാൻ വന്നവരാവാം. സങ്കടങ്ങളുണ്ടാവാം, ആ സങ്കടങ്ങൾ ഏറ്റുപറഞ്ഞ് ചെറിയ തമ്പുരാന്റെ അടുക്കൽ നിന്നുള്ള
വലിയ സന്തോഷവും സമാധാനവും ഏറ്റുവാങ്ങാനായിട്ട് കടന്നു വന്നവരാകാം. അവിടെയൊക്കെ കുറവുള്ളവരെ കൂട്ടുകാരാക്കിയവനാണ് ദിവ്യകാരുണ്യ ഈശോ. സക്കേവൂസിന്റെ പൊക്കക്കുറവിനെ ഇഷ്ടപ്പെട്ടവൻ, ജീവിതത്തിലെ കുറവുകളുള്ളവരുടെ കുറവുകളെ ഇഷ്ടപ്പെട്ട് തന്നോട് കൂടെ ആക്കി അവന്റെ കുറവുകളെ സ്നേഹിച്ചവൻ, തന്റെ കൂടെ നടന്ന ശിഷ്യന്മാരെ തന്നെ തെരഞ്ഞെടുത്തത് എന്തൊക്കെ കുറവുകളുണ്ട് എന്ന് നോക്കിയിട്ടാണ്. നിറവുകളുള്ളവരെയല്ല അവന് വേണ്ടത്, പോരായ്മകളുള്ളവരെയാണ്, കുറവുകളുള്ളവരെയാണ്. ഇവിടെ ഇരിക്കുന്ന നമ്മുടെ ഒക്കെ ജീവിതങ്ങളിലെ ഒത്തിരി കുറവുകളുള്ളവരാണ് നമ്മളൊക്കെ. നമ്മുടെ കുറവുകളെ നിറവുകളാക്കാൻ കഴിയുള്ളവന്റെ മുൻപിലേക്കാണ് നമ്മളൊക്കെ കടന്നു വന്നിരിക്കുക. ഇങ്ങനെ കുറവുള്ള നമ്മുടെ ഇടയിലെ കുറവുള്ളവനായിട്ട് തിറക്കാൻ മനസ്സ് കാണിച്ചവനാണ് നമ്മുടെ ഈശോ. വചനം മാംസമായിട്ട് മാറി, കർത്താവിന്റെ വചനം മാംസമായിട്ട് മാറി. അവൻ ഈശോയാണ്. അവന്റെ മഹത്വം നമ്മളൊക്കെ ദർശിച്ചു. സ്നേഹമുള്ളവരെ, നമുക്കിടയിൽ ചെറുതാകാനായി ആഗ്രഹിച്ച് കടന്നു വന്ന ഈശോ വെറുമൊരു ബത്ലഹേമിലെ കാലിത്തൊഴുത്തിലെ നമുക്ക് മുമ്പിലെ പിറന്ന ഈശോ 3 ആണികളിലെ കുരിശന്മേൽ കയറ്റപ്പെട്ട് നമുക്ക് വേണ്ടി മരിച്ച ഈശോ. അവൻ നമ്മുടെ കുറവുകളെ പോരായ്മകളെ ഏറ്റെടുക്കാനാണ് കുരിശിലേറ്റപ്പെട്ടത്. അവൻ ഈ ലോകത്തിൽ വന്ന് പിറന്നത് തന്നെ നമ്മുടെ വേദനകളെ ഒപ്പിയെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പത്തോളം ചെറുതായി ദിവ്യ കാരുണ്യമായിട്ട് അവൻ നമുക്ക് വേണ്ടി മാറ്റപ്പെട്ടിട്ടുണ്ടെങ്കിൽ നാം അവന് വേണ്ടി നമ്മുടെ സമയവും നമ്മുടെ കഴിവും നമ്മുടെ ആരോഗ്യവും മാറ്റിവെക്കാൻ വിളിക്കപ്പെട്ടവരാണ്. അതുകൊണ്ടാണ് അവന്റെ വിളി സ്വീകരിച്ച് ഇവിടെ ഇന്ന് എത്തിച്ചേർന്നവരാണ് ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരുമെന്ന് ഞാൻ പറഞ്ഞത്. അവന്റെ ജനനം ഈ ലോകത്തെ മുഴുവൻ സന്തോഷിപ്പിച്ചെങ്കിൽ അവന്റെ കൂടെയായിരിക്കുന്ന ഓരോ നിമിഷവും നമ്മുടെയൊക്കെ ജീവിതങ്ങളെ സന്തോഷിപ്പിക്കേണ്ടതാണ്. രണ്ടാമതായിട്ട് അവന്റെ ഈശോയുടെ ജീവിതത്തിലെ ഒരു ചിന്ത, തിന്മയെ നന്മ കൊണ്ട് അതിജീവിച്ചവനാണ് ദിവ്യകാരുണ്യ ഈശോ. തിന്മയെ നന്മ കൊണ്ട് അതിജീവിച്ചവൻ. നമ്മുടെയൊക്കെ ജീവിതങ്ങളിലെ തിന്മ നിറഞ്ഞ ജീവിതങ്ങളുമായിട്ട് നമ്മൾ നടന്നു നീങ്ങുമ്പോൾ അവയെ നന്മ കൊണ്ട് നിറയ്ക്കാൻ കഴിവുള്ളവനാണ് അവൻ. നമ്മുടെ ജീവിതത്തിലെ തിന്മ നിറഞ്ഞ ജീവിത സാഹചര്യങ്ങളെ കുമ്പസാരം എന്ന കൂദാശയിലൂടെ ഏറ്റുവാങ്ങി പാപമോചനം നൽകി നമ്മെ രക്ഷയിലേക്ക് നയിക്കാൻ കഴിവുള്ളവനാണ് നമ്മുടെ നാഥൻ. സ്നേഹമുള്ളവരെ, പാപത്തെ വെറുത്ത് പാപിയെ സ്നേഹിക്കാൻ നമ്മയൊക്കെ പഠിപ്പിച്ചവനാണ് അവിടുന്ന്. പാപത്തെ വെറുത്ത് പാപിയെ സ്നേഹിക്കാൻ നമ്മെ പഠിപ്പിച്ചവൻ. നമ്മളൊക്കെ പാപികളാണ്. ഈ ലോകത്തിൽ ജനിച്ച ഓരോരുത്തരും അവരുടേതായ ഒത്തിരി കുറവുകളിലൂടെയും പോരായ്മകളിലൂടെയും ഈ ലോകത്തിലൂടെ നടന്നു നീങ്ങുന്നവരാണ്. നമ്മുടെയൊക്കെ ജീവിതങ്ങളിലെ കുറവുകൾ ഉണ്ടാകുമ്പോൾ, പോരായ്മകൾ ഉണ്ടാകുമ്പോൾ അവന്റെ അടുക്കലേക്ക് നടന്നു നീങ്ങാൻ പലപ്പോഴും നാമൊക്കെ എന്തെങ്കിലുമൊക്കെ ഒരു കുറവുണ്ടായാലേ, പോരായ്മയുണ്ടായാലേ അവന്റെ അടുക്കലേക്ക് ചെന്നെത്തുകയുള്ളൂ. ഒരു കുഴപ്പമില്ലെങ്കിൽ, ഒരു കുറവില്ലെങ്കിൽ, എനിക്കെല്ലാം ലഭിക്കുന്നുണ്ടെങ്കിൽ പിന്നെ തമ്പുരാനെ മറന്നു കളയുന്നവരാണ് നമ്മിലേറെയും. അപ്പൊ പിന്നെ നമുക്ക് തമ്പുരാനെ വേണ്ട. കാരണം എൻ്റെ ജീവിതത്തിലെല്ലാം എനിക്ക് ലഭിക്കുന്നുണ്ട്. സ്നേഹമുള്ളവരെ, നമുക്ക് ലഭിക്കുമ്പോൾ മാത്രമല്ല, അപരനെ, നമ്മുടെ കൂടെയുള്ളവനെ ലഭിക്കാത്തപ്പോഴും തമ്പുരാനെ വിളിക്കാൻ നമുക്ക് പറ്റണം. അപരന് വേണ്ടി തമ്പുരാന്റെ അടുക്കൽ വന്നിരുന്ന് അപേക്ഷിക്കാൻ നമുക്ക് പറ്റുമ്പോഴാണ് അപരന്റെ വേദനകളെ ഏറ്റെടുക്കുന്ന നല്ല ക്രിസ്തുവിന്റെ അനുയായികളായിട്ട് നമ്മളൊക്കെ മാറ്റപ്പെടുക. അപരന്റെ വേദന എൻ്റെ വേദനയായിട്ട് മാറുമ്പോൾ, അവന്റെ കുറവ് എൻ്റെ കുറവായിട്ട് കാണുമ്പോൾ, അവന്റെ സങ്കടം എൻ്റെ സങ്കടമായിട്ട് കാണാൻ എനിക്ക് പറ്റുമ്പോൾ അപരനെയും തന്നേതായിട്ട് മാറ്റാൻ നമുക്ക് സാധിക്കും. അവന്റെ വേദനകള് തൻ്റെ വേദനകളായിട്ട് കാണാൻ നമുക്ക് സാധിക്കും. അങ്ങനെ വരുമ്പോൾ അവരനെയും നേടിയെടുക്കുന്ന നല്ല ക്രിസ്തുവിന്റെ അനുയായിയായിട്ട് നമ്മൾ ഓരോരുത്തരും മാറ്റപ്പെടും. സ്നേഹമുള്ളവരെ, യേശു പാപത്തെ ന്യായീകരിക്കുകയല്ല, പാപിയെ നിരസിച്ചുമില്ല. പാപിയെ സ്വീകരിക്കുന്നവനാണ് അവൻ.
എന്തുമാത്രം തിന്മകൾ ചെയ്ത് അവനിൽ നിന്ന് അകന്നു പോയാലും യാതൊരു മടിയും കൂടാതെ ക്ഷമിച്ച് അവനെ തന്നോട് അടുത്തേക്ക് ചേർത്ത് പിടിക്കുന്നവനാണ് ദിവ്യകാരുണ്യ ഈശോ. നമ്മൾ ഇന്ന് ഈ ആലയത്തിൽ ഒരുമിച്ച് കൂടിയിരിക്കുമ്പോൾ, അവന്റെ വിളി കേട്ട് ഇന്നിവിടെ നമ്മളൊക്കെ എത്തിച്ചേർന്നിരിക്കുമ്പോൾ, ദിവ്യകാരുണ്യ ഈശോയോട് ചേർന്നിരിക്കാൻ, പാപിയെ നിരസിക്കാതെ തന്നോട് ചേർത്ത് പിടിച്ച തമ്പുരാനോട് ചേർന്നിരിക്കാൻ നമുക്ക് ഓരോരുത്തർക്കും പരിശ്രമിക്കാം. പാപത്തെ നമ്മൾ വെറുക്കണം, പാപിയെ നമ്മൾ വെറുക്കരുത്. നമ്മുടെയൊക്കെ ജീവിതങ്ങളിലെ കുറവുകളും പോരായ്മകളും ഉണ്ടാകുമ്പോൾ നമ്മുടെ പാപത്തെ നമ്മൾ വെറുക്കണം. നമ്മളുടെ കൂടെയുള്ള പാപിയെ നമ്മൾ ഒരിക്കലും വെറുക്കരുത്. അവനോട് കൂടെ, നമ്മുടെ കൂടെ അവനെയും നമുക്ക് ചേർത്ത് പിടിക്കണം. സ്നേഹമുള്ളവരെ, പാപത്തെ നമ്മൾ വെറുത്തുപേക്ഷിച്ച് പാപിയെ ചേർത്ത് പിടിക്കുന്നവരായിട്ട് നമ്മൾ മാറ്റപ്പെടുമ്പോൾ നമ്മളും ഈ ക്രിസ്തുവിന്റെ അനുയായിയായിട്ട് നമ്മളും മാറ്റപ്പെടും. ഇടറിപ്പോയവർക്ക് ഇടയവനായവനാണവൻ. ഇടറിപ്പോയ വേദനിക്കുന്ന നിമിഷങ്ങളിൽ തള്ളിപ്പറഞ്ഞ പത്രോസിനെ പോലും തന്റെ കൂടെ ചേർത്ത് നിർത്തി സഭയുടെ തലവനാക്കിയവനാണവൻ. നമ്മളും തമ്പുരാനിൽ നിന്ന് ഏതെങ്കിലും സമയത്ത് ഇടറിപ്പോയിട്ടുണ്ടെങ്കിൽ, അവനെ തള്ളിപ്പറഞ്ഞവരായിട്ട് മാറ്റപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവനോട് ചേർന്നിരിക്കാൻ, ഇടയനായ ആ നല്ല നാഥനോട് ചേർന്നിരിക്കാൻ നമുക്കും പ്രത്യേകം പരിശ്രമിക്കാം. നഷ്ടപ്പെട്ടവരെ അന്വേഷിച്ചിറങ്ങിയ നമ്മുടെ നാഥൻ നമ്മുടെ ജീവിതങ്ങളിൽ നിന്ന് തമ്പുരാനെ നമ്മൾ നഷ്ടപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ നമ്മളെ തേടി ഇറങ്ങിയിരിക്കുകയാണ്. ആ തേടി ഇറങ്ങലിന്റെ പരിണത ഫലമായിട്ടാണ് ഇന്ന് ഇവിടെ നമ്മളൊക്കെ ഒരുമിച്ച് ചേർന്നിരിക്കുക. നമ്മൾ തമ്പുരാനിൽ നിന്ന് അകന്നു പോയിട്ടുണ്ടെങ്കിൽ അവനോട് ചേർന്നിരിക്കാൻ, നമ്മുടെ കുറവുകളോടെ പോരായ്മകളോടെ അവനിൽ നിന്ന് അകന്നു പോയിട്ടുണ്ടെങ്കിൽ അവനോട് ചേർന്നിരിക്കാൻ നമുക്കും പ്രത്യേകമായിട്ട് പരിശ്രമിക്കാം. കാലിത്തൊഴുത്തിൽ പിറന്ന ഉണ്ണീശോ നമ്മുടെയൊക്കെ ഹൃദയങ്ങളിൽ ഇന്ന് ഈ ദിവസങ്ങളിൽ വന്ന് പിറന്നു. ഇന്നലെ നമ്മൾ ക്രിസ്തുമസ് ആഘോഷിച്ചപ്പോൾ, ഉണ്ണീശോയുടെ ജനന തിരുനാൾ ആഘോഷിച്ചപ്പോൾ, കാലിത്തൊഴുത്തിൽ പിറന്ന ഉണ്ണീശോ നമ്മുടെ ഹൃദയങ്ങളിൽ വന്ന് പിറന്നു. വലിയ ഒരുക്കത്തോടു കൂടെ ഉണ്ണീശോയെ നമ്മൾ സ്വീകരിച്ചു. നാളെ അല്ലെങ്കിൽ ഇന്ന് ആ ഉണ്ണീശോയെ നമ്മൾ ഉപേക്ഷിക്കരുത്. കാരണം നമ്മുടെ ഹൃദയമാകുന്ന പുൽക്കൂട്ടിലെ അവൻ വന്ന് പിറന്നിട്ടുണ്ടെങ്കിൽ പിറന്ന ഉണ്ണീശോയെ നമ്മുടെ ഉള്ളിൽ നിന്ന് തള്ളിക്കളയരുത്, മാറ്റിക്കളയരുത്. അവനെ എന്നും നമ്മുടെ കൂടെ ചേർത്ത് പിടിക്കണം, കൂടെ നിർത്തണം. ഓരോ ദിവസവും വിശുദ്ധ ബലി അർപ്പിച്ച് ദിവ്യകാരുണ്യമായ ഈശോയെ നാവിൽ നമ്മൾ സ്വീകരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിന്റെ, നമ്മുടെ ശരീരത്തിന്റെ ഭാഗമായി ഈശോ മാറ്റപ്പെടുമ്പോൾ ദിവ്യ ഉണ്ണീശോയെ ഒരിക്കലും നമ്മുടെ ഉള്ളിൽ നിന്ന്, നമ്മുടെ ഹൃദയത്തിൽ നിന്ന്, നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായി മാറിയവനെ നമ്മിൽ നിന്ന് നമ്മൾ എടുത്തു കളയരുത്. നമ്മളൊക്കെ ചെറിയ കാലിത്തൊഴുത്തായിട്ട് മാറുകയാണ് ഓരോ പരിശുദ്ധ ബലിയർപ്പണത്തിലൂടെയും. ഉണ്ണീശോയ്ക്ക് ജന്മം കൊടുക്കാനുള്ള ഓരോ കാലിത്തൊഴുത്തുകളായിട്ടാണ് നമ്മളൊക്കെ ഓരോ ബലിയർപ്പണത്തിലൂടെയും മാറ്റപ്പെടുന്നത്. ആ കാലിത്തൊഴുത്തിന് വളരെ ഭംഗിയൊന്നും ഉണ്ടാവണമെന്നില്ല. കാലികൾ ഉപയോഗിച്ച് ചിലപ്പോൾ അവിടെ ചാണം ഉണ്ടാവും, പശുക്കൾ അവിടെ വൃത്തിയാക്കിയിട്ടുണ്ടാവും. വൃത്തികേടൊക്കെ ആക്കിയിട്ടുണ്ടെങ്കിൽ നമ്മുടെയൊക്കെ ജീവിതങ്ങൾ ഉണ്ണിയേശോയ്ക്ക് ജന്മം കൊടുക്കാനുള്ള കാലിത്തൊഴുത്തുകളായിട്ട് നമ്മുടെയൊക്കെ ഹൃദയങ്ങൾ മാറ്റപ്പെടുമ്പോൾ അവിടെ ഒത്തിരി അശുദ്ധിയൊക്കെ ഉണ്ടാവും, തിന്മകൾ ഉണ്ടാവും. പക്ഷേ അവിടെ ഈശോ വന്ന് പിറന്നു കഴിഞ്ഞാൽ അവിടം വിശുദ്ധമായിട്ട് മാറും. അവൻ പിറന്ന ബെത്ലഹേമിലെ കാലിത്തൊഴുത്തായിട്ട് നമ്മുടെ ഹൃദയങ്ങൾ മാറ്റപ്പെടും. അതുകൊണ്ട് നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയങ്ങൾ ഈശോയ്ക്ക് ജന്മം കൊടുക്കാനുള്ള കാലിത്തൊഴുത്തുകളായിട്ട് നമുക്ക് മാറ്റാം. അവിടെ ക്രിസ്തു ജനിക്കും. അവിടെ ക്രിസ്തു നമ്മുടെ ഹൃദയത്തിന്റെ ഭാഗമായി, നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായി, നമ്മുടെ സ്വന്തമായിട്ട് മാറും. അവനെ നമ്മൾ ഉപേക്ഷിച്ച് കളയരുത്. കാരണം അവൻ നമ്മെ കാണാൻ,
നമ്മുടെ കൂടെയായിരിക്കാൻ, നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാകാൻ ആഗ്രഹിച്ചു വന്നിട്ടുള്ളവനാണ്. അതുകൊണ്ട് തന്നെ ക്രിസ്തുവിനെ സ്വന്തമാക്കിയവനോട് കൂടെ ആയിരിക്കാൻ നമുക്കും പ്രത്യേകമായിട്ട് പരിശ്രമിക്കാം. ഉണ്ണീശോയുടെ ജനനത്തിരുന്നാള് നമ്മൾ ആഘോഷിച്ചു കഴിഞ്ഞെങ്കിലും ഈ ഉണ്ണീശോ ഓരോ ദിവസവും നമ്മുടെ ഹൃദയങ്ങളിൽ വന്ന് പിറക്കണം. അതിനെ നമ്മുടെ കാലിത്തൊഴുത്തുകൾ എപ്പോഴും നിർമ്മലമായി നമുക്ക് കാത്തു സൂക്ഷിക്കാം. നമ്മുടെ ഹൃദയങ്ങളെ ഉണ്ണീശോയ്ക്ക് പിറക്കാൻ ഓരോ ദിവസവും വിശുദ്ധ ബലി അർപ്പണത്തിലൂടെ ദിവ്യകാരുണ്യ ഈശോയെ സ്വീകരിക്കാനുള്ള നല്ല കാലിത്തൊഴുത്തുകളാക്കി നമുക്കും മാറ്റാം. അങ്ങനെ ഉണ്ണീശോ ഓരോ ദിവസവും നമ്മുടെ ഹൃദയങ്ങളിൽ വന്ന് പിറക്കാനായിട്ട് ഇടവരട്ടെ. അതിനെ തമ്പുരാൻ തന്നെ നമ്മെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ.